സർ, നമുക്കറിയാം ഗോൾഡ് റേറ്റ് വളരെ വളരെ കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. അതേ വാർത്തയോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് സ്വർണ്ണ മോഷണം എന്നുള്ളത്. പലതരത്തിൽ മാല തട്ടിപ്പറിച്ചു, അതിനിടയിൽ വീണ് പരിക്കേറ്റു. അത്തരത്തിലുള്ള വാർത്തകൾ ഒട്ടനവധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്. റോഡുകളിലൂടെ പോകുന്ന മധ്യവയസ്കരായിട്ടുള്ള അങ്ങനെ ഉൾപ്പെടുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നത്. എന്തുകൊണ്ടായിരിക്കാം സാർ ഈ സ്വർണ്ണ മോഷണം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരു വ്യാപകമാകുന്നത്? സ്ത്രീകൾ എന്തുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്? നീതു, വളരെ പ്രസക്തമായ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പല ചാനലുകളിലും വാർത്തകളിലും നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് സ്വർണ്ണ മാല പൊട്ടിക്കുന്നത്, ബൈക്കിൽ വന്ന് മാല പൊട്ടിക്കുന്നു, സ്വർണം വീടുകളിൽ കയറി മോഷ്ടിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നു. രണ്ട് കാര്യങ്ങളാണ്. വാർത്തകൾ ഇപ്പോഴും വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, വാർത്തകൾക്ക് ഇന്ന് ഒരു ക്ഷാമവുമില്ലാത്ത സമയമാണ്. ആദ്യം ഇറാൻ യുദ്ധമുണ്ടായിരുന്നു, ഇപ്പോൾ ഇലക്ഷൻ. ഇപ്പോൾ അത്തരം വാർത്തകൾ പലപ്പോഴും ചാനലുകളുടെയോ പത്രങ്ങളിലോ പ്രത്യക്ഷപ്പെടണമെന്നുമില്ല. അതും ഈ സ്വർണ്ണ മോഷ്ടാക്കൾക്ക് മറ്റൊരു അവസരമാണ്. എന്ന് വെച്ചാൽ ആളുകൾ കെയർഫുൾ അല്ല. ഇനിയിപ്പോ ഒരിക്കലും ചാനലുകൾക്ക് ഈ ഇലക്ഷൻ നിൽക്കുന്നു, ഇറാൻ യുദ്ധം നിൽക്കുന്നു, മറ്റു വാർത്തകൾ വരുമ്പോൾ ഇത്തരം വാർത്തകൾ പൊതുവെ ഉണ്ടാവില്ല. ഈ വാർത്തകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ ശ്രദ്ധ മാറി നിൽക്കുന്ന സമയമാണ്. അത് തന്നെ മോഷണം കൂടാൻ മറ്റൊരു കാരണമാണ്. വാർത്തകൾ വരുന്നില്ല. ഈ മാധ്യമങ്ങളുടെ മാത്രമല്ല, പോലീസിന്റെയും ശ്രദ്ധ പതുക്കെ മാറും. കാര്യം ഇവിടെ ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ തിരക്കുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. പോലീസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ അവരെ സംബന്ധിച്ചോളം ഒരു പവൻ മാല പൊട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തൽക്കാലം ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമല്ല. ഇതൊരു സാധാരണ സമയമാണെങ്കിൽ അവർക്ക് കുറച്ച് അതിന് ശ്രദ്ധ കൊടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പൊ അതിന് ശ്രദ്ധ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതാണ് ഇപ്പൊ ഈ മാല. പിന്നെ മാത്രമല്ല, സ്വർണത്തിന്റെ വില നമുക്കറിയാം. സ്വർണത്തിന്റെ വില ഒരു പവൻ ഇപ്പൊ ഏകദേശം 1,15,000, 16,000 ആ റേഞ്ചിൽ, 17,000 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ അതിന്റെ പണിക്കൂലിയും കൂടെ ചേർത്ത് വരുമ്പോൾ പിന്നെ ഒരു 15%, 10% മുതൽ വലിയ മാലകളാണെങ്കിൽ 20% വരെയൊക്കെ ഉള്ള പണിക്കൂലി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അപ്പൊ ഇപ്പൊ ഈ സ്ത്രീകളുടെ ഇടയിൽ നമ്മൾ ഇതിനകത്ത് മാത്രമല്ല, ഇതൊരു പല ചെറിയ കുടുംബങ്ങൾ, ഞാനിപ്പോ പറയുന്നത് ചെറിയ മാല പൊട്ടിക്കുന്നവരുടെ കാര്യമാണ്. ചെറിയ അത് പലപ്പോഴും 1 പവൻ, 1/2 പവൻ, 3/4 പവൻ. പക്ഷേ 1 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ 1,30,000 രൂപയുടെ ഒരു സംവിധാനം, അതായത് പണിക്കൂലി ഉൾപ്പെടെ 1,00,000 രൂപ. 1 പവന്റെ മാലയാണെങ്കിൽ പോലും 1,30,000 രൂപയുടെ ഒരു മുതലാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് 1,30,000 രൂപ ഉണ്ടാക്കാൻ ഇന്നൊരു സാധാരണ ഒരു തൊഴിലാളിയായിട്ടുള്ള ഒരാൾക്കോ അല്ലാത്തവർക്കോ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഈ സ്വർണം എന്ന് പറയുന്ന പലപ്പോഴും കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ആഭരണമായിട്ട് മാത്രമല്ല, അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു പ്രത്യേക ഒരു സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ, പെട്ടെന്നൊരു അസുഖം ഉണ്ടാകുകയാണെങ്കിൽ, പെട്ടെന്നൊരു വേറെന്തെങ്കിലും ഒരു ചെലവ് വരുവാണെങ്കിൽ അവരതുകൊണ്ട് പണയം വെച്ച് പൈസ എടുത്ത് കാര്യം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരായ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സ്വർണം നമ്മുടെ ആളുകൾക്ക് അത് അവരെവിടെയാ സൂക്ഷിക്കണം? കഴുത്തിലാണ് പലപ്പോഴും സൂക്ഷിക്കുക. നേരത്തെ നീത്തു ചോദിച്ചു എന്തുകൊണ്ട് സ്ത്രീകൾ കുറച്ചും കൂടെ, അതായത് ഒരു ആണ് എതിർക്കുന്നതിനേക്കാളും എതിർപ്പ് അവർക്ക് കാര്യം നടത്തിക്കൊണ്ടു പോകാൻ എളുപ്പമാണെന്നുള്ളത് മോഷ്ടാക്കൾക്കും അറിയാം. അതാണ് സ്ത്രീകളെ ആക്രമിക്കേണ്ടതിന്റെ ആദ്യത്തെ. 2, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മൾ സാരി, ബ്ലൗസ് അല്ലെങ്കിൽ നെക്ക് കോളർ ഇല്ലാത്തതൊക്കെ, ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ കോളറുള്ള ഷർട്ടിന്റെ അടിയിലായിരിക്കും. ആ സ്വർണ്ണമാല പുറത്ത് കാണണമെന്നില്ല. നേരെ മറിച്ച് സ്ത്രീകൾ പലപ്പോഴും സാരി, ബ്ലൗസ് ധരിക്കുമ്പോൾ അവരുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല വളരെ എക്സ്പോസ്ഡ് ആണെന്ന് മാത്രമല്ല, അവർ കാണുമ്പോൾ തന്നെ ഇതിന് എത്ര ഒരു പവൻ തൂക്കമുള്ള ഒരു സ്വർണ്ണമാലയാണെന്ന് കള്ളൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കും. നമുക്കിപ്പോ എങ്ങനെയാണ്, നമുക്ക് പറ്റിയ ഒരാൾ പോകുന്നു, പ്രത്യേകിച്ച് ഒരു മധ്യവയസ്ക, ആരോഗ്യമില്ലാത്ത ഒരു പ്രായമുള്ള ഒരാളൊക്കെ നടന്നു പോകുമ്പോൾ അത് അവരുടെ കയ്യിൽ സ്വർണ്ണമാലയുണ്ടെന്നും വളരെ ഈസിലി അത് നമുക്ക് കള്ളന്മാർക്ക് വിസിബിൾ ആണ്. അപ്പൊ അറ്റൻഷൻ അങ്ങോട്ട് വരും, അവരെ പിന്തുടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീകളാണ് എപ്പോഴും ആക്രമിക്കപ്പെടുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ എന്തൊക്കെ പറയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ആരോഗ്യം ഈക്വൽ അല്ല എന്നുള്ളതാണ്. ഇപ്പം അടിതടയൊക്കെ പഠിച്ചിട്ടുള്ള, കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് വ്യത്യാസമാണ്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സാധാരണഗതിയിൽ സ്ത്രീകൾ പൊതുവെ ആണുങ്ങളോട് ആരോഗ്യപരമായി പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കുറവാണെന്ന് കള്ളന്മാർക്കും അറിയാം.
അപ്പൊ അതാണ് ഈ സ്ത്രീകള് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എല്ലാ സാഹചര്യവും ഒത്തു വന്നിരിക്കുകയാണ്. മീഡിയയുടെ അറ്റൻഷൻ മാറി, പോലീസിന്റെ അറ്റൻഷൻ മാറി, സ്വർണ്ണവില കൂടുതലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഗ്യാസ് പണിമുടക്കുന്നു, തട്ടുതൊഴിലാളികൾക്ക് പ്രശ്നമാണ്, പലർക്കും ജോലി നഷ്ടപ്പെടുന്നു. അപ്പോ പലർക്കും പൈസയുടെ ആവശ്യം വളരെ കൂടുതലാണ്. അവരുടെ യഥാർത്ഥ തൊഴിൽ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. പല അതിഥി തൊഴിലാളികൾക്കും ജോലി നഷ്ടമായിരിക്കുന്നു. തട്ടുകടകൾ പൂട്ടി, അത് പൂട്ടി. ഇപ്പൊ പലരുടെയിലും കയ്യിലും കാശില്ല. അപ്പൊ ഇത് പലരെയും മോഷണത്തിന് പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്നും കൂടി നാം തിരിച്ചറിയണം. ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പോലുമുള്ള ഈ യുദ്ധ സാഹചര്യം. അപ്പൊ അതുകൊണ്ട് ഈ മോഷ്ടാക്കൾക്ക് അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സ്വർണ്ണ മോഷണത്തിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ കയ്യിൽ പോലും, മോഷ്ടാക്കളുടെ ഇടയിൽ പോലും കാശ് കുറവാകുന്ന ഒരു സാഹചര്യം വന്നാൽ അവര് മോഷണത്തിനുള്ള അവരുടെ പ്രേരണ കൂടും എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീകളൊക്കെ പിന്നെ അത് മാല കാണുന്നു, മാല ധരിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നു, പറ്റിയ ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആക്രമണം നടക്കാനുള്ള സാധ്യത നമുക്കറിയാം. ഇത് സാധാരണഗതിയിൽ ഏതൊക്കെയാണ്? ബൈക്കാണ്. നമ്മൾ ബൈക്കിലെത്തി മാല പൊട്ടിച്ച് കടന്നു പോകും. രണ്ടുപേര് വരും, അല്ലെ ഒരാൾ വരും, പെട്ടെന്ന് കഴുത്തിൽ പിടുത്തമിടും. പ്രത്യേകിച്ച് ഒറ്റ സ്ഥലത്ത്, നമ്മൾ അധികം തിരക്കില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ ഒറ്റയ്ക്കൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ കൂടിയൊക്കെ നടന്നു പോകണമെങ്കിൽ ചിലപ്പോൾ ചുറ്റുവട്ടത്തൊന്നും ആരും ഉണ്ടാകണമെന്നില്ല. അപ്പൊ ബൈക്കിലെത്തി മോഷ്ടിക്കുക, ഇതൊരു വളരെ പ്രധാനപ്പെട്ട തന്ത്രമാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വിലാസം ചോദിക്കുക. അതായത് നമ്മൾ നടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് ഈ സ്ഥലം ഏത്, ഈ സ്ഥലം ഏതെന്ന് പറഞ്ഞൊരു പേപ്പർ കാണിക്കും. ഈ ആളിനെ ഇതെവിടെയാണെന്ന് ചോദിക്കും. ഇത് ആ സ്ത്രീ അത് നോക്കുമ്പോൾ അവരുടെ അറ്റൻഷൻ പോകും, മറ്റേ ആള് മാല പൊട്ടിച്ചുകൊണ്ട് പോകും. അപ്പൊ ഈ വഴി ചോദിക്കാൻ അല്ലെങ്കിൽ വിലാസം ചോദിക്കാനെന്ന വ്യാജേന അടുത്ത് വരുന്നവരെ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതൊരു അപകട ലക്ഷണമാകാം എന്നുള്ളതും അപ്പൊ നിങ്ങളുടെ മാല വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. രണ്ട്, ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ, നമ്മൾ ഉത്സവ പറമ്പിലായാലും ശരി, അല്ലെങ്കിൽ ബസ്സിന്റെ ഇടയിലായാലും ശരി, ഇതിനുള്ള സാധ്യത, തിരക്ക് മുതലെടുത്ത് പലപ്പോഴും മോഷ്ടാക്കൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങാറുണ്ട്. വീട്ടിനകത്ത് സ്വർണം സൂക്ഷിച്ചു വയ്ക്കുന്നവർ, ഇപ്പൊ തന്നെ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിനകത്തുനിന്ന് പോലും 2 കോടിയുടെ ആഭരണം പോയെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്ത. ഇപ്പൊ ഈ റീസെന്റ് തന്നെ പല വാർത്തകളും വന്നു, പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ, അല്ലെങ്കിൽ ആള് പുറത്തു പോയി കഴിഞ്ഞപ്പോ. അപ്പൊ ഇതൊക്കെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കഴിയുമെങ്കിൽ വീട്ടിലിന്റെ എല്ലാ ഭാഗത്തും CCTV നിരീക്ഷണം ഉണ്ടാകുന്നത് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കും. CCTV അഥവാ ഒരു വിവരമെങ്കിലും കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രത്യേകിച്ച് ഷാളൊക്കെ ഉണ്ടെങ്കിൽ ആ ഷോള് കൊണ്ട് നിങ്ങളുടെ മാല ഒന്ന് സ്കാർഫ് ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുക. മാല പുറത്ത് കാണാത്ത രീതിയിൽ, പ്രത്യേകിച്ച് നടന്നു പോകുമ്പോഴോ അതിലുള്ളെങ്കിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും ആ മാലയൊന്ന് ഷോള് കൊണ്ട് മറയ്ക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ സാരി കൊണ്ടൊന്ന് മറയ്ക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, കഴിയുമെങ്കിൽ വലിയ വില കൂടിയ ആഭരണങ്ങളൊന്നും ഇടാതെ ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ഇതിപ്പോ ആരെ കാണിച്ച് ബോധ്യപ്പെടുത്താനാണ്? അത് ഒരുപക്ഷെ ഈ സ്വർണത്തിന് ഇനിയും വില കൂടുന്ന സാഹചര്യത്തിൽ ഈ സ്വർണ്ണം ആളുകൾ ഉപയോഗിക്കുന്ന തന്നെ കുറയും. ഞാൻ ഈ ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ടുണ്ട്. ലോകത്ത് വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ഇടുന്ന മറ്റൊരു ജനത ഇല്ല. ഇന്ത്യയിൽ കൂടുതലാണ്, അതിലേറ്റവും തന്നെ കൂടുതലാണ് കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കഴിയുമെങ്കിൽ ഇമിറ്റേഷൻ ആഭരണങ്ങൾ ഉപയോഗിക്കുക. സാധാരണ യാത്രകളിലോ മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ് യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. രണ്ട്, ഈ ഒറ്റപ്പെട്ട വഴികളിൽ കൂടി, വിജനമായ റോഡുകളിൽ കൂടി, ഈ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലും നഗരത്തിൽ തന്നെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടുപേര് വരാൻ വേണ്ടി കാത്തു നിൽക്കുക, അല്ലെങ്കിൽ ഒരു ആണുങ്ങൾ 1-2 പേരെ നടന്നു പേര് പോകുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അടുത്ത് ചേർന്ന് പോവുക. ഇതൊക്കെ പല നഗരങ്ങളിൽ തന്നെ അവരുടെ വീടുകളിലേക്ക് നടക്കുന്നതിന്റെ അവസാന ഭാഗത്ത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒറ്റപ്പെട്ട വഴികളിൽ മറ്റൊരാളുടെ സഹായം തേടുക. കഴിയുമെങ്കിൽ സ്വർണം വീട്ടിൽ സൂക്ഷിക്കാതെ ബാങ്ക് ലോക്കറുകളിൽ കൊണ്ടുവയ്ക്കുക. ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് വലിയ അപകടമാണ്. നിങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറിയാൽ ഈ സാധനം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്തത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇനി അഥവാ നിങ്ങൾ അതിനകത്ത് ഒരു മോഷണം നടക്കുന്നു, നിങ്ങൾ അതിന് വിധേയരാകുകയാണെങ്കിൽ, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒന്ന്, ആ സമയത്ത് കഴിയുമെങ്കിൽ ഒരു അപകടകരമായ സാഹചര്യത്തിൽ കള്ളനുമായിട്ട്
നിങ്ങൾ ഒരു പിടിവലി നടത്താതെ നോക്കുന്നത്, അത് പൂർണ്ണമായും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ അതിന് മുതിരരുത്. അതാണ് ആദ്യം പറയാനുള്ളത്. 2, ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ബഹളം വയ്ക്കുക, ആളെ വിളിച്ചു കൂട്ടുക എന്നുള്ളത് സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഓടി വരും. 2, ഈ വരുന്ന ആളുടെ പലപ്പോഴും നമ്മൾ ആ പാനിക്കിൽ ഈ മോഷ്ടാവിനെ ശ്രദ്ധിക്കാൻ മറന്നു. അപ്പൊ മോഷ്ടാവിന്റെ വസ്ത്രം, ബൈക്കിന്റെ കളറ്, ബൈക്കിന്റെ നിറം, അത് ഏത് ബൈക്കാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയാണെങ്കിൽ അവർക്കത് മറ്റുള്ളവരെ അറിയിക്കാനും ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഈ ബൈക്കിന്റെ നമ്പറിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. പോലീസിന് എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കുക, പോലീസിൽ പരാതിയാവും. ബൈക്ക് കഴിഞ്ഞ് ഈ സാധനം എവിടെയെങ്കിലും ഒക്കെ പോയി പോകും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുവട്ടത്തുള്ള കടകളുടെയും വീടുകളുടെയും CCTV ഒക്കെ ഒന്ന് പരിശോധിക്കാൻ പോലീസിനെ നിങ്ങളും കൂടെ, നിങ്ങൾക്കാണ് ഇപ്പൊ പോലീസ് എന്ന് ചോദിച്ചാൽ പലപ്പോൾ അവിടെ ഇല്ലെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെ ചെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ സഹായിക്കാനുള്ള വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പറയാനുള്ളത്, സ്വർണം മോഷണം പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയമാണിത്. ആളുകളുടെ കയ്യിൽ, മോഷ്ടാക്കളുടെ കയ്യിൽ പോലും കാശ് കുറയുന്ന സമയമാണ്, പലർക്കും ജോലി നഷ്ടപ്പെടുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. അത് വലിയൊരു സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി, ആഭരണമായിട്ട് മാത്രമല്ല, എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പണയം വയ്ക്കാനോ വിൽക്കാനോ വെച്ചിരിക്കുന്ന ഈ സ്വർണം പോലും അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ആളുകൾക്ക് ഇറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് എനിക്ക് നീതു ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. ഇല്ല സാർ, വളരെ വ്യക്തമാണ്. എന്തായാലും ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. പക്ഷേ സാർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സ്വർണം കൈക്കലാക്കാനുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ വളരെ വ്യക്തമാണ്. കൂടുതൽ സ്ത്രീകൾ ജാഗ്രത പാലിക്കുക, ആരെങ്കിലും അടുത്ത് വന്ന് വഴി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിവിധി മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം അവരോട് സംസാരിക്കാൻ മുതിരുക എന്നുള്ളതാണ്. സ്വർണത്തിന് വില കൂടിയ സമയമാണ് പലപ്പോഴും. പക്ഷേ സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ചെറുതിലെ മുതൽ നമ്മൾ ശീലിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്. കാതുകുത്തു മുതൽ ഇങ്ങോട്ട് എല്ലാം നമ്മൾ ശീലിച്ചു വരുന്നത് സ്വർണം കൊണ്ടാണ്. നമ്മൾ വിഷുവിന് കണി വയ്ക്കുന്നിടത്ത് പോലും സ്വർണത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അങ്ങനെ സ്വർണം ഒരു വലിയ പ്രിവിലേജ് ആണ് എന്ന് കരുതുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഓരോ പെൺകുട്ടിക്കും സ്വർണത്തിനോടൊരു അഭികാമ്യമുണ്ട് എന്നതൊരു വലിയ വലിയ റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം ഉപയോഗിക്കുന്നതും പലരും ഒരു പ്രിവിലേജ് ആയിട്ട് അതുകൊണ്ട് കൂടിയാണ് കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ഉള്ള എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. അത്തരം ഒരു അനുഭവം എനിക്കുണ്ട്, അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നീതു പറഞ്ഞോട്ടെ. ഈ പലപ്പോഴും സ്വർണത്തിന് വില കൂടുമ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ചാൻസ് കൂടും. അത് എന്റെ കയ്യിൽ ഇപ്പോഴും ഈ സാധനം ഉണ്ടെന്ന്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മറ്റൊരു തലത്തിലേക്ക് ഈ കാര്യം പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. കറക്റ്റ് ആണ്. അത് വളരെ വളരെ ശരിയാണ്. സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയത്താണ് സ്വർണം കൂടുതൽ ധരിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നത്. കാരണം മറ്റാരുടെയും കയ്യിൽ ഈ സമയത്തിലില്ല, സ്വർണത്തിന് വലിയ വിലയാണ്, അപ്പോൾ എനിക്കതുണ്ട് എന്ന് കാണിക്കാനുള്ള മലയാളിയുടെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കൂടിയാണത്. ഏതായാലും സ്വർണം ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. ഇത്തരത്തിൽ വളരെ വലിയ അപകടങ്ങൾ ഇതിന് പിന്നിൽ പതിയിരിപ്പുണ്ട് എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു ഡോക്ടർ വിനോദ് പി നായർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.